ഈ സീസണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രൊമോ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ എപ്പിസോഡിൽ എന്ത് സംഭവിച്ചാലും ശരി, പ്രൊമോ ഒരിക്കലും തന്നെ ലോ ആകത്തില്ല. അങ്ങനെ ഒരു പ്രൊമോ തന്നെയാണ് ഇന്നും വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ അനുമോളുടെ PR ഇന്ന് പൊക്കും എന്നാണ് ഞാൻ ഉൾപ്പെടെ കരുതിയത്. നിങ്ങളും കരുതിയത് അതല്ലേ? പക്ഷേ അനീഷ് കഴിഞ്ഞ ആഴ്ച ഒരു വലിയ കഥാപ്രസംഗം ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് കാണിച്ചു. ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ലൈവിൽ അത് കണ്ടപ്പോൾ ശരിക്കും എനിക്കും അനീഷിനോടൊരു സഹതാപമൊക്കെ തോന്നി. ആദ്യത്തെ തമാശക്കാണ് പറഞ്ഞെങ്കിലും അനീഷിന്റെ കൃഷിഭൂമിയൊക്കെ വിറ്റു, എന്നിട്ട് ആ കാശ് വെച്ചിട്ട് PR കൊടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ അനീഷിനത് വല്ലാണ്ട് ഫീൽ ചെയ്ത് എന്തോ വിഷമം വന്നിട്ട് അത് വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ബിഗ് ബോസ് ആളെ വിട്ട് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന്റെ കൂട്ടത്തിൽ PR എന്ന് പറയുന്ന ഒരു വാക്കേ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ തോന്നിയെങ്കിലും എന്തോ ഒരു സഹതാപമൊക്കെ അനീഷിനോട് എനിക്കും തോന്നിയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞുള്ള ഓരോ എപ്പിസോഡുകളും ഞാൻ ഇവിടെ വന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും നമ്മളെല്ലാവരും കണ്ടതാണ്. അങ്ങനെ നോക്കുമ്പോൾ അനീഷിന്റെ ഗ്രാഫ് ഇങ്ങനെ കുത്തനെ താഴോട്ട് വന്നിട്ട് പിന്നിടയ്ക്ക് പൊങ്ങിയിട്ട് പിന്നെയും താഴോട്ട് വന്നിട്ട് ഇപ്പൊ താഴോട്ട് മാത്രം പൊക്കോണ്ടിരിക്കുകയാണ്. ശരിക്കും സാബുമോനും കൂടെ വന്നപ്പോഴത്തേക്കും ശരിക്കും സാബു ഒരു ഗെയിം ചേഞ്ചറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഗെയിം ചേഞ്ച് ചെയ്തു. കാരണം ആര്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഹൈപ്പ് ഈ ഒരാഴ്ച കിട്ടി. അതേപോലെ ഇപ്പം വരെയും കിട്ടിക്കൊണ്ടിരുന്ന അനുമോൾ, അനീഷ്, അവരുടെ രണ്ടുപേരുടെയും ഗ്രാഫുകളിൽ ചെറിയൊരു ഫ്ലക്ച്വേഷൻ വന്നിട്ടുണ്ട്. ഇതിൽ അനുമോൾ എന്ന് പറയുന്നത് തുടക്കം തൊട്ടേ നിന്ന ആ ഒരു ഗെയിം സ്ട്രാറ്റജി ഉണ്ട്. സ്റ്റിൽ നൗ അനു എന്ന് പറയുന്ന വ്യക്തിയുടെ ജെനുവിനിറ്റി നമുക്ക് വിസിബിൾ ആക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനു മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ പോകുന്ന ഒരു ലെവലിലേക്കും വന്നു. എന്നാൽ അനീഷ് ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത അഭിനയമായിട്ട് എല്ലാവർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ എന്തെന്നുള്ളത് ഈ ആഴ്ച ഒരു ലാലേട്ടന്റെ എപ്പിസോഡ്സും അതുപോലെ മറ്റു കാര്യങ്ങളും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഏതാണ് ശരി, ഏതാണ് ഗെയിം സ്ട്രാറ്റജി എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. പക്ഷെ ഒരു വിക്ടിം കാർഡ് ഇറക്കി അല്ലെങ്കിൽ മറ്റുള്ള എല്ലാവരുടെയും സഹതാപം പിടിച്ചു പറ്റി ഒറ്റപ്പെടൽ സ്ട്രാറ്റജി നടത്തി ഇനിയും ഒരാൾ ജയിക്കേണ്ട എന്ന് മലയാളി പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് വന്ന ആ ഒരു പ്രൊമോയിലേക്ക് തന്നെ നമുക്ക് നോക്കാം. ശരിക്കും ലാലേട്ടൻ ഭയങ്കര ഗെറ്റപ്പിലാണ് വരുന്നത്. നല്ല ഒരു ലുക്കിലൊക്കെ ഇങ്ങനെ ഒരു വലിയ സ്റ്റൈലിലൊക്കെ വന്നിട്ട് നേരെ തന്നെ ഇവിടെ PR ഉള്ളതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ PR നിങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ തെളിവുകൾ ഞാൻ നിരത്തും എന്ന് പറയുന്നു. അത് കേട്ട് അനീഷ് ഒന്ന് ഞെട്ടുന്നുണ്ട്, ഒന്ന് പരിങ്ങുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് അനീഷിനോട് തന്നെ ചോദിച്ചതാണോ, ആ ചോദ്യത്തിനുള്ള അനീഷിന്റെ എക്സ്പ്രഷൻ ആണോ അതെന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയത്തില്ല. പക്ഷെ എങ്കിൽ കൂടിയും അനീഷിനോട് ഈ ചോദ്യം ആപ്റ്റ് ആണ്. കാരണം ആളെ വിട്ട് അന്വേഷിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കോൺഫിഡന്റ് ആയിട്ട് അനീഷ് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് അനീഷിന് ആർമിയൊന്നും ഇല്ല, ഫാൻ പേജുകളൊന്നും ഇല്ല, അല്ലെങ്കിൽ ഗ്രൂപ്പുകളൊന്നും ഇല്ല എന്ന് കരുതിയിട്ടാണ് അനീഷ് ഇത് പറഞ്ഞതെങ്കിൽ അത് നമ്മുടെ ലാലേട്ടൻ തന്നെ കാണിച്ചു കൊടുക്കും. അതിനകത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അനീഷ് ആർമി എല്ലാം ഇപ്പോഴും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് പുറത്തൊരു ഗെയിം നടക്കുന്നുണ്ട്. ബിഗ് ബോസിനേക്കാൾ വലിയൊരു ഗെയിം പുറത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അനീഷ് ആർമി അല്ലെങ്കിൽ അനീഷിന്റെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്. അവർ നടത്തുന്ന ഗെയിം മുഴുവൻ എന്തുകൊണ്ട് അനുമോൾക്ക് എതിരെയാകുന്നു എന്നുള്ളത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അനുമോളുടെ തന്നെ പേജുകൾ എടുത്ത് റീപോസ്റ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അനുമോളെ ബ്ലെയിം ചെയ്യുന്ന, ബിഗ് ബോസുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത പല കാര്യങ്ങളും വെച്ച് അനുമോളെ നാണം കെടുത്തുന്ന പല വീഡിയോസുകളും അനീഷ് ആർമി നടത്തുന്നുണ്ട്. ഇത് ബേസ് ചെയ്തിട്ടാണ് അനുമോളുടെ അമ്മ ആ ഒരു ഫാമിലി വീക്കിൽ വരുമ്പോൾ അനീഷിന്റെ ആർമിയെ കൊണ്ട് സഹിക്കാൻ വയ്യ എന്ന് പറയുന്ന ലെവലിലേക്ക്. പക്ഷെ ഷാനവാസ് ഇത് ബിഗ് ബോസ് ഹൗസിനകത്ത് എടുത്തിട്ട ആ ഒരു കാർഡ് അത് കുറച്ച് കീറിപ്പോകുന്ന കാർഡാണ്, അത് ഇച്ചിരി വൃത്തികെട്ട കാർഡാണ്. അത്രയും സഹതാപം പിടിച്ചു പറ്റുന്ന രീതിയിലല്ല അനുമോളുടെ അമ്മ അവിടെ സംസാരിച്ചത്. വളരെ ഫ്രാങ്ക് ആയിട്ട് അനീഷിന് ഞങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷെ അനീഷിന്റെ ആർമി ഞങ്ങളുടെ കൊച്ചിനെ ഇട്ട് ഉപദ്രവിക്കുന്നുണ്ടേ എന്ന് മാത്രമേ പറഞ്ഞോളൂ. അല്ലാതെ ഒരു സഹതാപ കാർഡ് എടുക്കാനല്ല അനുമോളുടെ അമ്മ അവിടെ വന്നത്. അപ്പോൾ ഏതായാലും ശരി, ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ അനീഷിനെയാണോ വറുക്കുന്നതെങ്കിൽ ഇതൊരു ഒന്നൊന്നര റോസ്റ്റ് ആയിരിക്കും. സോ നിങ്ങൾ സ്റ്റിൽ നൗ അനീഷിന്റെ ആ ഒരു ഗ്രാഫിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്?
നമ്മളിപ്പോൾ തുടക്കം മുതലുള്ള ഒരു മത്സരാർത്ഥികളും ആയിരിക്കണം എന്നില്ല. ഇപ്പം എനിക്ക് ഒരു തുടങ്ങിയ സമയത്ത് ഒരു ഫേവറേറ്റ് അല്ലെങ്കിൽ ഇയാൾ നന്നായിട്ട് കളിക്കും എന്നൊക്കെ ഒരു പ്രജുഡീസ് ആയിട്ടുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ജഡ്ജ്മെന്റൽ ലെവലിലേക്ക് പോയെങ്കിലും അങ്ങേയറ്റം ഡിഫറെൻ്റ് ആയിട്ടാണ് ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒപ്പീനിയൻസ് ഒക്കെ പലപ്പോഴും എനിക്ക് വരാറുണ്ട്. അപ്പം നിങ്ങൾ പറയും ചേച്ചിക്ക് പ്രത്യേകിച്ച് നിലപാടൊന്നുമില്ല. ഇതിനകത്ത് നിലപാടിന്റെ പ്രശ്നമല്ല. ഒരു വ്യക്തിയെ മാത്രം നമുക്ക് അയാൾ സൂപ്പറാണ്, അയാൾ അടിപൊളിയാണ് എന്ന് ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഒരു ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഒരാള് ആ വ്യക്തി ഇതിനകത്ത് സൂപ്പറായിട്ടാണ് ഈ ഒരു വീക്കിൽ നിന്നതെങ്കിൽ ആ ആഴ്ച അയാൾ സൂപ്പറാണ് എന്ന് പറയേണ്ടി വരും. ആ ആഴ്ച ആ സെയിം വ്യക്തി അടിപൊളിയായിട്ട് ഗെയിം കളിച്ച വ്യക്തി അടുത്ത ആഴ്ച ബോറായി പോയാൽ നമുക്ക് ബോർ എന്നേ പറയാൻ പറ്റൂ. അത് നിലപാടിന്റെ പ്രശ്നമല്ല. അപ്പോൾ ഏതായാലും ശരി, നിങ്ങൾ അനീഷിന്റെ ആ ഒരു ഗെയിം സ്ട്രാറ്റജി ഒന്ന് വിലയിരുത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കമന്റ് ചെയ്യുക. അതുപോലെ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി തരാം. ബൈ.